الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു വേനൽക്കാലത്തിലാണ് നമ്മളുള്ളത്. കാലം വേഗം കടന്നു പോകുന്നുണ്ട്. പരീക്ഷ കഴിഞ്ഞ് ഇനി പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് കാലെടുത്തു വെക്കാൻ കാത്തു നിൽക്കുകയാണ്. മുസ്ലിമിന് ഏതു കാര്യത്തിലും ഒരു കാഴ്ചപ്പാടുണ്ടാകണം. പൊതുവിൽ മുസ്ലിം ഉമ്മത്തിലെ രക്ഷിതാക്കളൊക്കെ ഭൗതിക വിദ്യാഭ്യാസപരമായി ഉയർന്ന് ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. പണ്ടത്തെ കാലം പോലെയല്ല. തൻ്റെ മകളെ എത്ര സമ്പത്ത് ചെലവഴിച്ചാലും ഭൗതികമായ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് രക്ഷിതാക്കൾ. ഈ സന്ദർഭത്തിൽ ഭൗതിക തലത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറയേണ്ടതില്ലാത്ത വിധം മുസ്ലിങ്ങൾ ഈ വിഷയത്തിൽ ഉത്ബുദ്ധരാണ്. എന്നാലും ചില കാര്യങ്ങൾ കൂടിയാലോചന നടത്തി മുൻകൈയെടുത്തേക്കേണ്ടതുണ്ട്. പൊതുവായി നമുക്ക് തോന്നാറുണ്ട്, അങ്ങനെ വിദ്യാഭ്യാസത്തിൽ ഒരു കാഴ്ചപ്പാടില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ വർഷങ്ങൾ നഷ്ടപ്പെടുകയും എത്തേണ്ടിടത്തേക്ക് എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകാറുണ്ട്. ചില ആളുകളുടെ വിദ്യാഭ്യാസത്തിലെ നിലപാടുകൾ കാണുമ്പോൾ കുറച്ചുകൂടി ഉയർന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. നമ്മുടെ മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതൊരിക്കലും മതവിരുദ്ധമായ കാര്യമല്ല. ദുനിയാവ് നല്ലതായിരിക്കണം എന്ന് ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് മതത്തിൽ നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ദുനിയാവ് മാത്രം മതി എന്ന നിലപാട് വളരെ അപകടം പിടിച്ച ഒരു കാര്യമാണ്. വിശ്വാസ ദുനിയാവും ആഖിറത്തും ഒരുമിച്ച് അല്ലാഹുവിനോട് തേടാൻ കൽപ്പിക്കപ്പെട്ടവനാണ്. ഫമിനന്നാസി മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അങ്ങനെ നിങ്ങൾ കാജ്യകർമ്മങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞ് സൂറത്തുൽ ബഖറയിൽ പറയാണ്, മനുഷ്യരിൽ ചിലർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ
ഇഹലോകത്ത് ഞങ്ങൾക്ക് നീ അനുഗ്രഹം നൽകണമേ എന്ന്. അവർ പ്രാർത്ഥിക്കുകയെന്താ? ഇഹലോകത്ത് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ എന്ന്. എന്നാൽ പരലോകത്ത് അത്തരക്കാർക്കൊരോഹരിയും ഉണ്ടായിരിക്കുകയില്ല. ദുനിയാവ് മാത്രം ചോദിക്കുന്നവർ, ദുനിയാവിലെ സൗകര്യങ്ങളെ മാത്രം തേടുന്നവർ, ദുനിയാവിൽ മാത്രം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന ആളുകൾ ദുനിയാവിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നു, ദുനിയാവിന് വേണ്ടി മാത്രം അധ്വാനിക്കുന്നു, ദുനിയാവിന് വേണ്ടി ഓടുന്നു, കഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള ആളുകൾക്ക് പരലോകം ശൂന്യമായിരിക്കും. എന്നാൽ വേറെ ചില ആളുകളുണ്ട്, വമിൻഹും മൻ യഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. മറ്റു ചിലർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് ഇഹലോകത്ത് നീ നല്ലത് തരണമേ, പരലോകത്തും നീ നല്ലത് തരണമേ, നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ എന്ന്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് മുഅ്മിനീന്റെ സംസ്കാരം. അങ്ങനെയാണ് ഒരു മുസ്ലിം പ്രാർത്ഥിക്കേണ്ടത്. ദുനിയാവിലും നല്ലത് തരണേ, പരലോകത്ത് നല്ലത് തരണേ, ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഉലൈക ലഹും നസീബും മിമ്മാ കസബു വല്ലാഹു സരീഉൽ ഹിസാബ്. അവ സമ്പാദിച്ചതിൻ്റെ ഫലമായി അവർക്ക് വലിയൊരു വിഹിതമുണ്ട്. അള്ളാഹു അതിവേഗത്തിൽ കണക്ക് നോക്കുന്നവനാകുന്നു. ദുനിയാവിൽ നല്ലത് തരണേ എന്ന് പ്രാർത്ഥിച്ച് നല്ല വിശ്വാസവും നല്ല ദീനും നല്ല മതബോധവും കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം നല്ല ഉപജീവനവും നല്ല ഭൗതിക വിഭവങ്ങളും അള്ളാഹുവിനോട് ആവശ്യപ്പെടാവുന്നതാണ്. ദുനിയാവിനെ പൂർണ്ണമായും മറന്നുകൊണ്ട് പരലോകത്തിന് വേണ്ടി ജീവിക്കുക എന്നതല്ല, പരലോകത്തിന് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം ദുനിയാവിൻ്റെ നന്മകൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് 2 ലക്ഷ്യബോധങ്ങളാണ് രക്ഷിതാവ് എന്ന നിലയിൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത്. ഒന്ന്, പരമമായ ലക്ഷ്യം, അത് നമ്മളുടെ പരലോക വിജയമാണ്. ഒരു ലക്ഷ്യം നമ്മുടെ മക്കളുടെ മനസ്സിൽ കൃത്യമായി നട്ടുപിടിപ്പിക്കുന്നതിലാണ്. പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഏറ്റവും വലിയ തോൽവിയാണ്. പരലോക ലക്ഷ്യമെന്നത് മക്കളുടെ മനസ്സിലേക്ക് കൊടുക്കാതെ ഭൗതികമായ വിദ്യാഭ്യാസം നേടി ജോലി നേടി ഒരു സ്റ്റാറ്റസ് ലഭിച്ചതിനു ശേഷം അവൻ പരലോകത്തെക്കുറിച്ച് ചിന്തിച്ചുകൊള്ളും എന്ന് വിചാരിക്കുന്നതൊരിക്കലും ബുദ്ധിയുടെ ലക്ഷണമല്ല. മരണാനന്തര ജീവിതമുണ്ടെന്നും ആ പരലോക ജീവിതമാണ് ഏറ്റവും വലിയ ജീവിതമെന്നും അവിടുത്തെ വിജയമാണ് ഏറ്റവും വലിയ വിജയമെന്നും നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കൽ രക്ഷിതാവെന്ന നിലയ്ക്ക് എനിക്കും നിങ്ങൾക്കും അത്യാവശ്യമായ കാര്യമാണ്. മഹാനായ ലുഖ്മാനുൽ ഹക്കീം കുഞ്ഞു മകനെ വിളിച്ചുകൊണ്ട് ഉണർത്തിയ കാര്യം വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യാ ബുനയ്യ ഇന്നഹാ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. എൻ്റെ കുഞ്ഞുമകനെ, തീർച്ചയായും അത് കാര്യം ഒരു കടുകുമണിയുടെ തൂക്കമുള്ളതായിരുന്നാലും എന്നിട്ടത് ഒരു പാറക്കല്ലിനുള്ളിലോ ആകാശങ്ങളിലോ ഭൂമിയിലോ എവിടെ തന്നെ ആയാലും അള്ളാഹു അത് കൊണ്ടുവരും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. തീർച്ചയായും അള്ളാഹു നയജ്ഞനും സൂക്ഷ്മജ്ഞനുമാകുന്നു. ഭൂമിയിലോ പാറക്കുള്ളിലോ ആരാരും കണ്ടില്ലെങ്കിലും നാം ചെയ്ത ഏതൊരു കാര്യവും അള്ളാഹു പരലോകത്ത് കൊണ്ടുവരുമെന്നൊരു ബോധം, ഈ ഒരു ബോധം മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഏത് കോണിൽ പോയാലും അവനൊരു യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കും. എൻ്റെ നാട്ടുകാരോ എൻ്റെ കൂട്ടുകാരോ ഇല്ലാത്ത ഹോസ്റ്റൽ മുറിയിൽ എൻ്റെ രക്ഷിതാക്കൾ കാണാനില്ലാത്ത അധ്യാപകരറിയാത്ത ഈ യാത്രാവേളയിൽ എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട് എന്നൊരു ചിന്ത, ഞാൻ പറയുന്ന ഓരോ വാക്കും എൻ്റെ റബ്ബ് കേൾക്കുന്നുണ്ട് എന്നുള്ളൊരു വിചാരം, ഞാൻ എൻ്റെ കൈകളിലോ ചുണ്ടുകളിലോ വെക്കുന്ന ലഹരിയുടെ അംശം അത് റബ്ബ് കാണുന്നുണ്ട് എന്നുള്ളൊരു ഭയം അത് മനസ്സിലുണ്ടെങ്കിൽ ആർക്കും എവിടെ ചെന്നാലും നന്നാകാൻ സാധിക്കും. ഞാൻ എവിടെ തനിച്ചായാലും ഞാൻ ഒറ്റക്കല്ല, എൻ്റെ കൂടെ റബ്ബ് സദാ ഉണ്ട് എന്ന ബോധമാണ് മക്കൾക്ക് കൊടുക്കേണ്ട ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രഥമമായ വിദ്യാഭ്യാസം. അത് പൂർത്തീകരിക്കാൻ രക്ഷിതാവിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും ആ മകൻ പരാജയപ്പെടുമെന്നതിൽ സംശയമേയില്ല. ഇതാണ് രക്ഷിതാവെന്ന നിലയ്ക്ക് ഒന്നാമതായി നാം നമ്മുടെ മക്കൾക്ക് നൽകേണ്ട ലക്ഷ്യബോധം. രണ്ടാമത്തേതെന്താ?
ദുനിയാവ് എങ്ങനെ ആകണം എന്നുള്ള കൃത്യമായ ധാരണ നമ്മുടെ മക്കൾക്ക് നൽകണം. നമ്മൾ ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഒരുപാട് മുന്നേറി എന്ന് അവകാശപ്പെടുമ്പോഴും ഭൂരിഭാഗം ആളുകളും കൃത്യമായ പ്ലാനില്ലാതെ, ലക്ഷ്യബോധമില്ലാതെയാണ് പല കോഴ്സുകളും തിരഞ്ഞെടുക്കുന്നത്. അധികം ആളുകളും ഒരൊഴുക്കിനനുസരിച്ച് നീങ്ങുന്നവരാണ്. എന്താണ് പഠിക്കുന്നത് എന്ന് വിദ്യാർത്ഥികൾക്കറിയാത്ത അവസ്ഥ, എന്താണ് പഠിപ്പിക്കേണ്ടത് എന്ന് രക്ഷിതാവിനും അറിയാത്ത അവസ്ഥ, എവിടെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ധാരാളം പണം ചെലവാക്കി പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾക്ക് ഒരു ധാരണയുമില്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നു. എൻ്റെ കൂട്ടുകാരി എവിടെ പോകുന്നു, അവിടെ ഞാനും പോകുമെന്ന് തീരുമാനിക്കുന്ന വിദ്യാർത്ഥിനികൾ, രക്ഷിതാക്കൾ അതിനെ വകവെച്ചു കൊടുക്കുന്ന ഒരവസ്ഥയും പലപ്പോഴും കാണാറുണ്ട്. ഒരു +2 കഴിഞ്ഞ കുട്ടി ഏതിലേക്ക് പോകണം, SSLC കഴിഞ്ഞ കുട്ടി അടുത്തത് ഏത് ഭാഗം തിരഞ്ഞെടുക്കണം, അതിനുശേഷം ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്, +2 കഴിഞ്ഞു ഡിഗ്രിക്ക് ചേരണം, അതിനേത് കോഴ്സ് തിരഞ്ഞെടുക്കണം, അവിടെയൊന്നും മലയാളികളായ നമ്മൾക്ക് യാതൊരു ധാരണയുമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് എന്തു പഠിക്കണം, എന്തു പഠിച്ചാലാണ് ഉപകാരമുള്ളത് എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണന്മാരെ, കരിയർ ഗൈഡൻസ് ആളുകളെ അല്ലെങ്കിൽ കരിയർ കൗൺസിലിങ്ങിൻ്റെ ആളുകളെ കണ്ട് നിർണയിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓരോ കോഴ്സും ഓരോ കാലം കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് ചില കോഴ്സുകളൊക്കെ ഇപ്പോഴെടുക്കുമ്പോൾ തീരെ ഡിമാൻഡ്, അത് കുറേ ആളുകൾ ഉണ്ടായി, ക്വാണ്ടിറ്റി കൂടുമ്പോൾ ക്വാളിറ്റി ഇല്ലാതെ, അവസരങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ട്. അതൊക്കെ ഒരു രക്ഷിതാവ് കൃത്യമായി മനസ്സിലാക്കി വെച്ചാൽ, മാസാമാസം കുട്ടികൾ പണം ചോദിക്കുമ്പോൾ പോക്കറ്റിൽ നിന്ന് പണം എടുത്തു കൊടുത്താൽ മാത്രമേ നല്ല വിദ്യാഭ്യാസമാവുകയുള്ളൂ എന്ന ചിന്ത, ആ തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. വ്യക്തി എന്ന നിലയ്ക്ക് എൻ്റെ മകനും എൻ്റെ കുടുംബത്തിനും ഈ സമുദായത്തിനും ഗുണം ചെയ്യുന്ന കോഴ്സ് ഏതാണ് എന്ന് കൃത്യമായി അത് ബന്ധപ്പെട്ടവരോട് ആലോചിച്ച് മനസ്സിലാക്കി വേണം തിരഞ്ഞെടുക്കാൻ. കാരണം അത് ഈ ഒരാഴ്ച പറഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത ആഴ്ചയാകുമ്പോഴേക്ക് അബദ്ധം തീരുമാനിക്കേണ്ടി വരും നമ്മൾ. അവൻ്റെ ആയുസ്സിൽ ഏറ്റവും വിലപ്പെട്ട 5 വർഷങ്ങളാണ് ചിലപ്പോൾ ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുക. എന്നിട്ട് ആ കോഴ്സിന് ഒരു ജോലിയും കിട്ടാതെ വേറെ എന്തെങ്കിലും എടുത്ത് ജീവിക്കേണ്ട ഒരവസ്ഥയുണ്ടായിരിക്കും. വിദ്യാഭ്യാസ സ്ഥാപനവും ശ്രദ്ധിക്കണം. നല്ല കോഴ്സ് തിരഞ്ഞെടുക്കുന്നതോടൊപ്പം നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കണം. ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഒരൊഴുക്കിനനുസരിച്ച് നീങ്ങുകയാണ്. ചിലർ വലിയ സംഖ്യ ഡൊണേഷൻ കൊടുത്ത് നേടിയെടുക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് ജുമാക്ക് നിസ്കരിക്കാൻ സൗകര്യമില്ലാത്ത സ്ഥാപനങ്ങളിൽ ചേർക്കുന്നവരുണ്ട്. ഒരു മലയാള ഖുത്ബ കേൾക്കാൻ, ഒരു ഉത്ബോധനം കേൾക്കാൻ അവസരമില്ലാതെ 5 വർഷം ദീനിൻ്റെ ഭാഗം ബ്ലാങ്കായി പോകുന്ന അവസ്ഥ. ചില വിദ്യാർത്ഥികൾ അനുഭവം പറയാറുണ്ട്, ജുമാ നിസ്കരിക്കാൻ ക്യാമ്പസിൽ നിന്നും മതിൽ ചാടി വല്ലാത്ത അവസ്ഥയിലാണ് ജുമാക്ക് പോകുന്നതെന്ന്. ആ ദുരന്തം ഒന്ന് ആലോചിച്ചു നോക്കൂ. അള്ളാഹുവിൻ്റെ ഖുർആനിനെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെക്കുറിച്ച്, നമുക്ക് എത്തിപ്പെടേണ്ട പരലോകത്തെക്കുറിച്ചുള്ള ബോധത്തെക്കുറിച്ച് ഒരു തരിമ്പ് കേൾക്കാതെ 5 വർഷം ജീവിക്കുന്ന ഒരു കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് രക്ഷിതാക്കൾ ഗൗരവപരമായി നിലപാടെടുക്കേണ്ട വിഷയമാണ്. ദീനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ എൻ്റെ മക്കളെ ചേർക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കണം. കാരണം ഇവിടെ 63 വയസ്സ് വരെ ജീവിക്കുമ്പോൾ 1400, 2000 കൊല്ലം വരെ അല്ലെങ്കിൽ 5000 കൊല്ലം വരെയൊക്കെ ഖബറിലായ ആളുകൾ ഈ ഭൂലോകത്തുണ്ട്. 5000 കൊല്ലം മുമ്പ്, 2000 കൊല്ലം മുമ്പ് മരിച്ച ആളുകൾ അവർ ഖബറിലാണ്. അപ്പോൾ ഖബറിലെ ജീവിതത്തിൻ്റെ ദൈർഘ്യം എത്രയാണ്? ജുമാക്ക് നേരത്തെ പങ്കെടുക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കണം. ബർക്കത്തുണ്ടാകും, ജീവിതത്തിൽ ബർക്കത്തുണ്ടാവും. ദീനിനു വേണ്ടി ഒരു അഡ്ജസ്റ്റ് ചെയ്താൽ, നമ്മളൊരു പക്ഷേ ആ സ്ഥാപനത്തിൻ്റെ ഭൗതിക നേട്ടങ്ങളെക്കുറിച്ച് അത് ഒരു കംപ്ലീറ്റ് ചെയ്താൽ ആ സർട്ടിഫിക്കറ്റിൻ്റെ മൂല്യത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക. ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനിടയിൽ മരിച്ചു പോയാൽ എന്ത് സംഭവിക്കും? ആ കുട്ടിക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് പരലോകത്തിൻ്റെ ഒരു നനവ് പോലുമില്ലാതെ മരിച്ചു പോയാൽ എന്ത് സംഭവിക്കും? യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ, അതിനുള്ള സാഹചര്യം ക്യാമ്പസിലുണ്ടോ എന്ന് ചിന്തിക്കാൻ സാധിക്കണം.
ക്യാമ്പസിനകത്ത് ഹോസ്റ്റൽ മുറി സൗജന്യമായി ലഭിച്ചിട്ടും ചില ആളുകൾ പണം ചെലവാക്കി ജുമാക്ക് പോകാൻ വേണ്ടി പുറത്ത് റൂമെടുത്ത് താമസിക്കുന്ന ആളുകളെ അറിയാം. അങ്ങനെ ദീനിന് പ്രാധാന്യം കൊടുക്കുന്നവർക്ക് ആ ദീനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇടയ്ക്കിടയ്ക്ക് മനസ്സിലേക്ക് ദീനിൻ്റെ അറിവും ഉത്ബോധനവും ലഭിച്ചില്ലെങ്കിൽ മനസ്സറിയാതെ വഴിമാറി സഞ്ചരിക്കും. കോളേജിലേക്ക് പോയി 1 മാസം കഴിയുമ്പോൾ അവൻ്റെ മുടിയുടെ കോലം മാറും, അവൻ്റെ വസ്ത്രധാരണം നെരിയാണിക്ക് താഴെ വരുന്ന ഒരവസ്ഥയിലേക്ക് വരും. നമ്മൾ കൈപിടിച്ചു കൊണ്ടാക്കി ആ നല്ല കുട്ടി ഒരു ചീത്ത കുട്ടിയായി, ലഹരിക്കടിമപ്പെട്ട ഒരു കുട്ടിയായി, അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻ വന്ന് തിരിച്ചു വരുന്ന കുട്ടിയായി മാറിയാൽ എന്തായിരിക്കും അവസ്ഥ? 4-മത്തത് വെല്ലുവിളി നിറഞ്ഞ കാലഘട്ടമാണിത്. ഇന്ന് വിദ്യാർത്ഥി സമൂഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വല്ലാത്ത അവസ്ഥയിലാണ്. ലഹരിയിലും മോശമായ ക്യാമ്പസ് രാഷ്ട്രീയത്തിലും വിദ്യാർത്ഥികൾ പ്രതികളാകുന്നു എന്നത് വളരെ വ്യസനകരമായ ഒരു കാര്യമാണ്. ഒരു ഗ്രാമിന് 5000-ഉം 10,000-ഉം വിലയുള്ള ലഹരി വസ്തുക്കൾ അത് ഉപയോഗിക്കുക എന്നുള്ളത് വലിയ പ്രശ്നമാണ്. എന്നാൽ അതിലേറെ വലിയ പ്രശ്നമാണ് വിദ്യാർത്ഥിയുടെ വിശ്വാസം നഷ്ടപ്പെടുക എന്നുള്ളത്. പല വിദ്യാർത്ഥികളും ക്യാമ്പസുകളിൽ ചെന്നാൽ ലിബറൽ ചിന്തകൾ പേറിയുള്ള യുക്തിരഹിതമായ യുക്തിവാദത്തിലേക്ക്, തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ ചോദ്യം ചെയ്യുന്നതിലേക്ക് മാറി ചിന്തിക്കുന്ന ഒരവസ്ഥ പല ക്യാമ്പസുകളുടെയും സാഹചര്യത്തിലുണ്ട് എന്നാലോചിക്കണം. നമ്മുടെ മക്കൾ കൃത്യമായി ദൈവബോധവും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും അവരുടെ മനസ്സിൽ നട്ടുപിടിപ്പിച്ചാലേ അവരെ സ്വാലിഹായ മക്കളായി നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അവളുടെ മക്കൾ നമ്മുടെ പ്രതീക്ഷയാണ്. 18 വയസ്സ് കഴിഞ്ഞാൽ ഞാനൊരു സ്വതന്ത്രനാണ്, മാതാപിതാക്കളെ അനുസരിക്കേണ്ടതില്ല, ദൈവം എന്നത് കേവലം സങ്കല്പമാണ്, ഞാൻ എനിക്ക് തോന്നിയതുപോലെ ജീവിക്കും, എന്നെ ആരും ചോദിക്കാൻ വരേണ്ടതില്ല. ഈ രീതിയിലാണ് ലിബറൽ ചിന്താഗതികൾ, നിരീശ്വരവാദികളായ ആളുകൾ മുസ്ലിം കുട്ടികളുടെ മനസ്സിൽ കുത്തിവെക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് നിർബന്ധമായും ലഭിക്കേണ്ടത് അതാതു സമയത്ത് ലഭിച്ചിരിക്കണമെന്ന് അർത്ഥം. 5 വയസ്സിൽ ലഭിക്കേണ്ടത് 10 വയസ്സിൽ ലഭിക്കേണ്ടത് അതാത് സമയത്ത് ലഭിച്ചുകൊണ്ടിരിക്കണം. അവരെ നമ്മൾ മദ്രസകളിൽ ഒന്നും അയക്കാതെ കൂട്ടിലിട്ട് വളർത്തിയാൽ ഇത്തരം യുക്തിരഹിത ചോദ്യങ്ങൾ വരുമ്പോൾ അതിലെന്തോ കാര്യമുണ്ടെന്നവർ തെറ്റിദ്ധരിക്കും. അങ്ങനെ മദ്രസ വിദ്യാഭ്യാസത്തെ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ രക്ഷിതാക്കൾക്ക് സാധിക്കണം. നമ്മുടെ മക്കൾക്ക് ദീൻ പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ മദ്രസ സംവിധാനങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തണം. ജുമാ ഖുത്ബകൾ കുടുംബസമേതം കേൾക്കുന്ന അവസ്ഥയുണ്ടായിരിക്കണം. മദ്രസകൾ നിർവഹിക്കുന്ന ദൗത്യം അത്ര വലുതാണ്. മദ്രസ വിദ്യാഭ്യാസം ഏറ്റവും മികച്ച രീതിയിൽ നമ്മുടെ മക്കൾക്ക് നൽകാൻ എല്ലാവരും പരിശ്രമിക്കണം. ഓൺലൈൻ മദ്രസകൾ ധാരാളമായി വന്ന കാലമാണ്. ഓഫ്ലൈൻ മദ്രസകളിലേക്ക് പോകാൻ സാധിക്കുന്നവർ പോലും ഓൺലൈൻ മദ്രസകളിൽ ചടഞ്ഞുകൂടിയിരിക്കുകയും തനിക്ക് തോന്നുമ്പോൾ ഓൺലൈനിൽ കയറുകയും അല്ലാത്ത സമയത്ത് കയറാതിരിക്കുകയും മദ്രസയിൽ പഠിച്ചോ എന്ന് ചോദിച്ചാൽ പഠിച്ചു എന്ന് പറയേണ്ട ഒരു നാമമാത്രമായ പഠനമാക്കി മദ്രസയെ മാറ്റുകയും ചെയ്യുന്നുണ്ട്. മദ്രസ എന്നുള്ളത് അതാത് മദ്രസയിലുള്ള അധ്യാപകന്മാരുടെയോ കമ്മിറ്റിക്കാരുടെയോ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് ധരിക്കേണ്ടതില്ല. രക്ഷിതാവാണ് കുട്ടിക്ക് മതം കൊടുക്കേണ്ടത്, രക്ഷിതാവാണ് അതിൻ്റെ പണം കൊടുക്കേണ്ടത്, രക്ഷിതാവാണ് അതിന് സംവിധാനം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ദീൻ പഠിക്കുന്നവർക്കും ദീൻ പഠിക്കാൻ സൗകര്യമൊരുക്കുന്നവർക്കും വലിയ സൗഭാഗ്യമാണ് അല്ലാഹു തആല ഒരുക്കിയിട്ടുള്ളത്. നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടി ആകാശലോകത്തും ഭൂമി ലോകത്തുമുള്ള സർവ ജീവജാലങ്ങളും പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു മൻ സലക തരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ സലക്കല്ലാഹു ബിഹി തരീഖൻ മിൻ തുർഖിൽ ജന്ന. സ്വർഗ്ഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും ഇൽമിനെ ശേഖരിക്കുന്ന ആളുകൾക്ക് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വഇന്നൽ മലായികത ലതളഉ അജ്നിഹതിഹാ ലിതലബിൽ ഇൽം. ഇൽമ ശേഖരിക്കാൻ പോകുന്ന മദ്രസ വിദ്യാർത്ഥിക്കും സിയാറിയിൽ പോകുന്ന വിദ്യാർത്ഥിക്കും QHLSന് പങ്കെടുക്കുന്ന കുടുംബങ്ങൾക്കും അവരെ പരിഗണിക്കേണ്ടതു നിമിത്തം മലായികത്ത് അവർക്ക് വേണ്ടി ചിറക് താഴ്ത്തി കൊടുക്കും.
وإن العالم ليستغفر له من في السماوات ومن في الأرض وحيتان في جوف الماء. വെള്ളത്തിലുള്ള മത്സ്യങ്ങളും ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും ഇങ്ങനെ ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അറിവെത്ര വലുതാണെന്നോ. ഉമ്മു ഹാനി ബിൻത് അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹ അവർ ചോദിക്കുകയാണ്, റസൂലേ എനിക്ക് വയസ്സായി, ഇരുന്നിടത്തും അനങ്ങാൻ പോലും പറ്റുന്നില്ല. വദുല്ലൂനി അലാ അമലിൻ യുദ്ഖിൽനിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്രവർത്തനം എനിക്ക് പഠിപ്പിച്ചു തരണം. എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നടക്കാൻ വയ്യ. ഞാൻ ഒരിടത്തിരിക്കുകയല്ലാതെ എനിക്ക് വേറെ പോയി അമൽ ചെയ്യാൻ സാധിക്കുകയില്ല. തുഅ്തിഖീനഹാ 100 വട്ടം സുബ്ഹാനല്ലാഹ് ചൊല്ലുക, 100 അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം കിട്ടും. സുബ്ഹാനല്ലാഹ് എന്ന് കയ്യിൽ വിരൽ വെച്ച് 100 പ്രാവശ്യം ചെല്ലാൻ എത്ര സമയം വേണ്ടി വരും? അഹ്മദില്ലാഹി മിഅത മർറ ഫഹുവ ഖൈറുൽ ലകി മിൻ മിഅതി ഫറസിൻ മുസ്റജത്തിൻ മുലജ്ജമത്തിൻ. 100 അൽഹംദുലില്ലാഹ് ചൊല്ലിയാൽ 100 പടക്കുതിരകളെ, ക്ഷണമൊത്ത പടക്കുതിരകളെ നൽകിയതിൻ്റെ പ്രതിഫലം കിട്ടും. 100 അല്ലാഹു അക്ബർ ചൊല്ലിയാൽ 100 ഒട്ടകങ്ങളെ ദാനം ചെയ്ത പ്രതിഫലം കിട്ടും. 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ ആകാശഭൂമികൾക്കിടയിലുള്ള സ്ഥലം നിറയും. ഇങ്ങനെ ഒരു ഹദീസ് പഠിച്ചാൽ എത്രത്തോളം പ്രതിഫലം നാളെ പരലോകത്ത് കിട്ടും. 50,000 ലക്ഷങ്ങളും സ്കൂൾ ഫീസ് നൽകുന്ന മക്കളെ പഠിപ്പിക്കുന്നവർ മദ്രസയിലെ ഫീസ് 100-ൽ നിന്ന് 200-ലേക്കായി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മദ്രസയോടുള്ള താല്പര്യവും സ്കൂളിനോടുള്ള താല്പര്യവും ഭൗതിക വിദ്യാഭ്യാസത്തിനോടുള്ള താല്പര്യവും മതപരമായ വിദ്യാഭ്യാസത്തിനോടുള്ള താല്പര്യവും നമ്മൾ മനസ്സിലൊന്ന് താരതമ്യം ചെയ്താൽ നമുക്ക് ദീനാണോ ദുനിയാവാണോ വലുത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. മതപരമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണം. മദ്രസയുടെ സമയക്രമത്തെ അതത്ര ചുരുങ്ങിയ സമയമാണെങ്കിലും ആ മദ്രസ തുടങ്ങുന്നതിന് മുമ്പ് വരികയും കഴിഞ്ഞിട്ട് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടെങ്കിലേ മദ്രസ പൂർണ്ണമായി കിട്ടുകയുള്ളൂ. എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. മദ്രസയുടെ നന്മക്കായി ധാരാളം ചിലവഴിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ സുരക്ഷയേകുന്ന ദീൻ പഠിക്കാൻ ആ ഒരു മതപരമായ വിദ്യാഭ്യാസത്തിന് നല്ല പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. മതപരമായ കാര്യത്തിന് പ്രാധാന്യം കൊടുത്താൽ നാളെ പരലോകത്ത് രക്ഷപ്പെടും. അല്ലാഹു തആല ദീൻ പഠിക്കാനും പകർത്താനും ദീനിനോട് അങ്ങേയറ്റം താല്പര്യമുണ്ടായി മുന്നോട്ട് പോകാനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനും ദുനിയാവും ആഖിറത്തുമൊക്കെ നന്നാകാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി, എൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള സുരക്ഷയാണ് എൻ്റെ ദീൻ. അല്ലാഹുവേ അത് നന്നാക്കി തരണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. വഅസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫിഹാ മആശി, എൻ്റെ ജീവിതം ദുനിയാവിലാണ്, അതുകൊണ്ട് ദുനിയാവ് നന്നാക്കി തരണമേ. വഅസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫിഹാ മആദി, പരലോകത്തിലേക്കാണ് എൻ്റെ മടക്കം, ആ ആഖിറത്ത് എനിക്ക് നന്നാക്കി തരണമേ. വജാലിൽ ഹയാത്ത് സിയാദതൻ ലി ഫീ കുല്ലി ഖൈർ, ഈ ദുനിയാവിലെ എല്ലാ നന്മയും, ഈ ജീവിതത്തിലെ എല്ലാ നന്മയും എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ. വജാലിൽ മൗത റാഹതൻ ലി മിൻ കുല്ലി ശർ, എൻ്റെ മരണം എല്ലാത്തരം തിന്മകളിൽ നിന്നും ആശ്വാസമായി മാറണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി എന്ന പ്രാർത്ഥനയുണ്ടല്ലോ. ഈ പ്രാർത്ഥനയെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ദുആഅൻ ബി ഇസ്ലാഹിദ്ദീനി അവ്വലൻ, ആദ്യമായി പ്രാർത്ഥിച്ചത് ദീന നന്നാവാൻ വേണ്ടിയാണ്. അതാണ് ഒരാൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാരണം.
കാരണം ദീന് നന്നായിട്ടില്ലെങ്കിൽ ലിഅൻ മൻ ഫസദ ദീനഹു ഫഖദ് ഖാബ വഖസിറ ദുനിയ വൽ ആഖിറ. ഒരാൾക്ക് ദീന് നന്നായിട്ടില്ലെങ്കിൽ അയാളുടെ ദുനിയാവും ആഖിറത്തും അയാൾക്ക് നഷ്ടമാകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അതുകൊണ്ട് ദീന് നന്നാക്കി തരണമേ എന്ന് ധാരാളമായി ചോദിക്കണം. ദീന് നന്നാകാൻ എന്താണ് വേണ്ടത്? ഒന്നാമത്തത് അൽ ഇഖ്ലാസുല്ലാഹി വഹ്ദഹു ഫി കുല്ലി ഇബാദ. എല്ലാ ആരാധനകളിലും ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഏകനാക്കി മുന്നോട്ട് പോകുക. വമുതാബഅതു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്തുടർന്ന് കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. ഇതാണ് ദീൻ മുറുകെ പിടിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ അവലംബവും സുരക്ഷയും. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ നമ്മുടെ എല്ലാ സ്വപ്നവും പൂവണിയാമെങ്കിൽ ആ കുട്ടിക്ക് ദീനുള്ള നല്ല മനസ്സുണ്ടായിരിക്കണം, നല്ല ദീനുണ്ടാകണം. വാർദ്ധക്യകാലത്ത് നമ്മുടെ മക്കൾ നമ്മെ പരിചരിക്കണമെങ്കിൽ അവന് പരലോക ബോധമുണ്ടായിരിക്കണം. അല്ലാതെ ഒരിക്കലും നമ്മളെ പരിഗണിക്കുകയില്ല, നമ്മളെ പരിരക്ഷിക്കുകയില്ല. മക്കൾ എന്നത് നമുക്ക് ഖബറിലേക്കുള്ള വലിയ സമ്പാദ്യമാണ്. ഖബറിലേക്ക് മുറിഞ്ഞു പോകാത്ത 3 കാര്യങ്ങൾ: സദഖത്തുൻ ജാരിയ, ഔ ഇൽമി യുൻതഫഉ ബിഹി, ഔ വലദിൻ സ്വാലിഹിൻ യദ്ഉ ലഹു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സന്താനമുണ്ടോ, ഖബറിൽ സമാധാനത്തോടുകൂടി കടക്കാൻ സാധിക്കും. ഖബറിൽ സമാധാനത്തോടുകൂടി കടക്കാൻ സാധിക്കും. മക്കൾക്ക് നല്ല ഒരു സമ്മാനം കൊടുക്കാൻ പറ്റുന്നൊരവസരം മറ്റന്നാളുണ്ട്. പെരിന്തൽമണ്ണയിൽ വെച്ച് മെയ് 11 4 മണി മുതൽ തുടങ്ങുന്ന വലിയൊരു സമ്മേളനം. ലഹരിയിൽ നിന്നെങ്ങനെ രക്ഷപ്പെടാം, അഫയറിൽ നിന്നെങ്ങനെ രക്ഷപ്പെടാം, ഈ വിദ്യാർത്ഥികൾക്ക് വരുന്ന ചതിക്കുഴികൾ എന്തൊക്കെയാണ്. ക്യാമ്പസിൽ ചെല്ലുമ്പോൾ ഒരു കുട്ടിക്ക് മതബോധത്തിൻ്റെ ഏതു വശമാണ് ആവശ്യമുള്ളത്, ലിബറൽ ചിന്തകൾ കൊണ്ടുവരുന്ന ചോദ്യങ്ങൾക്കുള്ള യഥാർത്ഥ ഉത്തരം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിപുലമായ സമ്മേളനം മെയ് 11 4 മണിക്ക് ബൈപ്പാസിൽ വെച്ച് നടക്കുന്നുണ്ട്. 8ാം ക്ലാസ് മുതൽ PG PhD വരെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും മഹാസംഗമത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും അവിടെ പങ്കെടുക്കണമെന്നുണ്ട് എന്ന് ഉറപ്പിക്കണം. ഇന്നും നാളെയും സൊല്യൂഷൻ എന്ന വലിയൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. കയറി ചെന്ന് ഇറങ്ങുമ്പോഴേക്ക് ജീവിതത്തെ പറ്റി ശക്തമായ ഒരു ദീനി കാഴ്ചപ്പാടുണ്ടാക്കുന്ന നല്ല വിപുലമായ അത്യാവശ്യം നല്ല ചിലവുള്ള വലിയൊരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ അവിടെ എത്തി അത് കണ്ടു എന്നുറപ്പിക്കുന്നിടത്ത് കുട്ടികൾക്ക് ഈ വേനൽക്കാലത്ത് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല ദീനുള്ളവരിൽ നമ്മളെയും നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അർഹമായ പ്രതിഫലവും ശിഫാഉൻ ആജിലും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവർ ഖബറിലാണ്, അവർ ഹിസാബിനെ കാത്തുകിടക്കുകയാണ്. അവരുടെ ഖബർ വിശാലമാക്കി അവരെ നമ്മളെയും അവൻ്റെ ഉന്നതമായ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.